വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ 65 ചില്ലി ആക്കിയതാണ്. സാധാ 65 അല്ല, ഇതിൽ നമ്മൾ കുറച്ചും കൂടി ഡിഫറൻ്റ് ആക്കി ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മൾ 1 കിലോ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്ത് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നേരം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ടാണ് മിക്സ് ആക്കിയിട്ടുള്ളത്. ഉപ്പും ചെറുനാരങ്ങ നീരും കൂടി ഇട്ട് ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഒരു 3/4 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ വയ്ക്കാം. 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1.5 സ്പൂണ് കുരുമുളക് പൊടി, 1.5 സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി, 3 സ്പൂണ് കോൺഫ്ലവർ പൊടി, 3 സ്പൂണ് മൈദപ്പൊടി. അപ്പോൾ ഇതിലേക്ക് അങ്ങനെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ മസാലക്കൂട്ടുകളെല്ലാം കൂടിയിട്ട് ഈ ചിക്കനിലേക്ക് നമ്മൾ മിക്സ് ആക്കാൻ പോവുകയാണ്. അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ആക്കുന്നുണ്ടല്ലേ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ആക്കണം. അങ്ങനെ നമ്മൾ കോഴിമുട്ടയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സോയാ സോസ് കുറച്ച് ഒഴിക്കേണ്ടത് മിക്സ് ആക്കി വെച്ചിട്ട് ഇതിൻ്റെ മൂടി തുറന്ന് നോക്കിയപ്പോൾ ഈ സോഡയിലൊക്കെ ഉള്ള പോലത്തെ മൂടി അത് പൊട്ടിക്കാനുള്ള ഓപ്പണറില്ലാത്തത് കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ നമ്മളൊരു 1 ടീസ്പൂണ് സോയാ സോസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഇറച്ചിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ ഇട്ടുള്ള മസാലക്കൂട്ടുകളും എല്ലാം കൂടി മിക്സ് ആക്കി നമ്മൾ ഇനി കുറച്ച് നേരം ഇത് ഒന്ന് ഇറച്ചിയിൽ നന്നായിട്ട് മസാല പിടിക്കുന്നതിനായിട്ട് ഒന്ന് അടച്ച് വെക്കണം. ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് അടച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗമുണ്ട്, അതും പിന്നെ സവാളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കുറച്ച് വലുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അതിനുശേഷം അതിൻ്റെ ഓരോ പോളായിട്ടൊന്ന് വേർപ്പെടുത്തി കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഈ സവാള നമ്മൾ അരിയുന്ന അതേപോലെ കുറച്ച് വലുതാക്കിയിട്ട് വേണം അരിയാൻ. അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് ചിക്കൻ്റെ പീസ് നമ്മൾ മസാലയൊക്കെ ആയിട്ട് പിടിക്കാൻ വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കാൻ നമുക്ക് കുറച്ചൊന്ന് ഇളക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് സെറ്റായി പോകും പരസ്പരം. അപ്പോൾ ഇടുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് അതിലേക്കാണ് ഈ ചിക്കൻ്റെ പീസുകൾ നമ്മൾ ഇടുന്നത്, കാരണം എണ്ണ ഒന്ന് വലിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ പീസ് മുഴുവനായിട്ടും പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം വെളുത്തുള്ളി ഇഞ്ചി, അങ്ങനെ നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിൽ ചേർത്തതിന് ശേഷം സ്പ്രിംഗ് ഓണിയൻ്റെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ വെള്ള ഭാഗമുണ്ടല്ലോ അതും പിന്നെ സവാള അരിഞ്ഞിച്ചത് അതും കൂടി ഇതിൽ ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. കുറച്ച് നേരം നമ്മളങ്ങനെ ഒന്ന് ഇളക്കിയിടേണ്ടതാണ്. അങ്ങനെ നമ്മൾ സവാളയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഇളക്കിയിട്ട് അതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ചില്ലി സോസ്, അതുപോലെ തന്നെ 2 ടീസ്പൂണ് ടൊമാറ്റോ സോസ്, ഇത് രണ്ടും കൂടി നമ്മളിതിൽ കുറച്ച് ചേർക്കുന്നുണ്ട്. റെഡ് ചില്ലി, എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് നേരം. ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്.
അങ്ങനെ നമ്മളിതിൻ്റെ മസാല ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ പീസുകൾ നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇതിൻ്റെ പീസ് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാവുന്നതാണ്. കാരണം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് അതിലൊന്ന് മിക്സ് ആയിട്ട് എല്ലാം ഒന്ന് മസാലയ്ക്ക് പിടിച്ച് വരുന്നതിന് വേണ്ടിയിട്ടാണ് തിളപ്പിക്കേണ്ടത്. അതിനുശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും പിന്നെ കുറച്ച് എള്ളും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അടച്ച് വയ്ക്കാം. ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ 65 ചില്ലിയെക്കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.